പരപ്പാർ ആയിക്കോട്ടിൽ റഷീദിന്റെ മകൻ അനൂസ് റോഷനെയാണ് തട്ടിക്കൊണ്ടുപോയത്. അനൂസ് വിദ്യാർത്ഥിയാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഇത് ആരാണ് ഈ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? കൊടുവള്ളിയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറ ആയിക്കോട്ടിൽ റഷീദിന്റെ മകൻ അനൂസ് റോഷനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആയുധങ്ങളുമായിട്ടാണ് ഈ സംഘം അവിടെ എത്തിയത്. വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അനൂസ് റോഷൻ എന്ന വിദ്യാർത്ഥിയെയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, ഇത് ആരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ? എന്തൊക്കെയാണ് മിഥില വിവരങ്ങൾ? ഉന്മേഷ്, വൈകിട്ട് 4 മണിക്കായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വീട്ടിലെത്തിയാണ് ഒരു സംഘം, കാറിലും ബൈക്കിലുമായി എത്തിയ സംഘം ആയുധങ്ങളുമായി എത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ ആ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഉമ്മ ജമീല അല്ലേ, എന്താ സംഭവിച്ചത്? ഓല് വന്ന് രണ്ടാൾ ബൈക്കുമ്മേൽ വന്ന് ബെല്ലടിച്ച് വന്നപ്പോൾ ഞാൻ മുറ്റത്തായിരുന്നു. പിന്നെ എന്നപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാൻ വാതിൽ തുറന്ന് എന്നപ്പോൾ ഓല് പറഞ്ഞ് ഇങ്ങനെ ഈ പൈസ തരാനുള്ള ഒരാൾ ഞങ്ങൾ 2 പ്രാവശ്യം വീട്ടിൽ വന്നോനേനു. എന്നപ്പോൾ ഇങ്ങനെ എഗ്രിമെൻറ്റ് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻറ്റ് എഴുതാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ എഗ്രിമെൻറ്റ് എഴുതണം എന്നാൽ തിരുന്നെന്നുള്ള പറഞ്ഞ് അന്നപ്പോൾ ഇങ്ങനെ കൈക്ക് പിടിച്ച് അന്നപ്പോൾ ഒരു കാറും വന്ന് അതിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് മോന് ആത്തുണ്ടായിരുന്നു. അന്നപ്പോൾ ഓന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ പിടിച്ചപ്പോൾ ഓനെ പിടിച്ച് കൊണ്ടുപോയി ഉപ്പനെ ഒഴിവാക്കുകയും ചെയ്തു. ഈ സംഘത്തിനെ നിങ്ങൾക്ക് നേരത്തെ കണ്ട് പരിചയമുള്ള ഒരാളുണ്ട് ഞങ്ങളെ വീട്ടിൽ 2 പ്രാവശ്യം അതിൻ്റെ മുമ്പ് വന്നിട്ട്. ഈ പണവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? എന്താണ് തട്ടിക്കൊണ്ടുപോകുന്ന കാരണം നിങ്ങൾ കരുതുന്നത്? എന്താണ് വിദേശത്തുള്ള മകനുമായിട്ടുള്ള എന്തെങ്കിലും? ഒരു എന്തോ പൈസൻ്റെ ഇതാണ്, ഓൽക്കെന്തോ കൊടുക്കാനായിട്ടുള്ള പൈസൻ്റെ ഇതിനാണ്. കൊടുക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ സാവകാശം വേണമെന്നേ പറഞ്ഞുള്ളൂ. പൈസ കൊടുക്കാൻ സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ ആരെങ്കിലും ഇതിന് പിന്നിൽ ആരാന്ന് അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ? കച്ചേരി മൂന്ന് കൂട്ടർ കൊടുക്കാണ്ട്. ഒരാളിവിടെ കച്ചേരിമുക്കിലുള്ള ആളാണ്. ഈ കച്ചേരിമുക്കിലുള്ളവനാണ് അവനെ മൊബൈൽ ഷോപ്പിൽ വന്ന് ഞാൻ ഇതാക്കിയതും കബൽ കാണിച്ചു കൊടുത്തതൊക്കെ ഓവിലെന്നാക്കി. അല്ലാണ്ട് പോലെ അങ്ങനെ അരിക്കോട്ടുള്ളവരൊന്നും അറിയില്ലല്ലോ. എന്നാ ഉപദ്രവിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? എന്താ അന്നപ്പം പിടിച്ച് കയറ്റിയിട്ടേ ഉള്ളൂ. പിന്നെ പാട്ട് കൊണ്ടുപോയാരപ്പം എന്തോ ചെയ്തിക്കണമെന്നുള്ളത് നമുക്കറിയില്ല. ഇവരെന്തെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളുടെ അടുത്ത്? ഞങ്ങളൊന്നും എടുത്തൊന്നും പറഞ്ഞില്ല. ഈ എഗ്രിമെൻ്റ് എഴുതണം മാത്രം ഇത് പറഞ്ഞപ്പോഴേക്കാണ് വലിയ പിടുത്തം കഴിഞ്ഞിരിക്കണം. എന്നപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ തടയാൻ പറ്റും? ഇല്ല, ഞങ്ങൾ 3 ആളല്ലേ. പിന്നെ ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ അടുത്ത വീട്ടിലുള്ള എല്ലാവരും വന്ന്. പിന്നെ ആണുങ്ങളൊന്നുമില്ല, അധികം പെണ്ണുങ്ങൾ തന്നെയാണ് അധികം ഉള്ളതിന്. എന്നതിന് ശേഷമാണ് എല്ലാവരും എത്തിയത്. അപ്പോൾ നിങ്ങൾ അയൽവാസികളുടെ ഒരു സംശയം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാണത്? നേരത്തെ വീട്ടിൽ വന്ന ആൾക്കാരാണോ, എങ്ങനെയാണോ? ഇല്ല, അയൽവാസികളല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു കച്ചേരിമുക്കിയുള്ളവർ വന്ന് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് നിന്ന് ഓല് വീട്ടിൽ നിൽക്കാൻ തക്കത്തോണം ഓള് പെണ്ണുങ്ങളൊക്കെ കൊണ്ടുവന്ന്. അന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം തന്നെ മാറിക്കാൻ. അന്നപ്പോൾ പിന്നെ ഞങ്ങളെ ബന്ധുക്കൾ 2 ആൾക്കാർ ഓല് വന്ന് ഞാൻ പിന്നെ ബന്ധപ്പെട്ടപ്പോൾ ഒന്നുപോലും പോണ രൂപം കാണായിട്ട് ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകാനുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ നിൽക്കണ്ടേ. അന്നപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ 212 വിളിച്ച് വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിൽക്കലായിരുന്നു. ഉന്മേഷ, ഇതാണ് സംഭവിച്ചത്. വൈകിട്ട് 4 മണിക്കാണ് ആയുധങ്ങളുമായി എത്തിയ ബൈക്കിലും കാറിലും എത്തിയ സംഘം ഈ 21 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയത്. ഇതിലിപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൊടുവള്ളി പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിദേശത്തുള്ള സഹോദരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിനും പിന്നിലെന്നാണ് ഇപ്പോൾ ഈ മാതാവിൽ നിന്നും സംസാരിച്ചതിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ച പ്രാഥമിക വിവരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക്. You are watching 24.